അങ്ങനെ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു തിരുവോണ ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രുചി ഓണം വിത്ത് പഴയടം ഇവിടെ തുടങ്ങുകയാണ്. തിരുമേനി, നമ്മളങ്ങനെ 9 ദിവസം കാത്തിരുന്ന് കിട്ടിയ ദിവസം, ആ തിരുവോണ ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരുവോണത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ ഉത്രാടപ്പാച്ചില് തകർത്തിട്ടുണ്ടാവും എല്ലാവരും. ഇപ്പൊ അതിലൊരു ക്ഷീണത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് തിരുവോണ ദിനമാണ്. അപ്പൊ പഴയടം തിരുമേനിയുടെ കയ്യിൽ നിന്ന് നമ്മളൊരു പായസം തന്നെയാണ് വയ്ക്കുന്നത്. പാലട, ട്രഡീഷണൽ പാലട, നമ്മുടെ പാലട പായസം. പഴയടം തിരുമേനിയുടെ ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ സാധനമാണല്ലേ അതെ അതെ പാലട പായസം. അപ്പൊ എന്തൊക്കെയാണ് വിഭവങ്ങൾ നമുക്കിത്? അപ്പൊ അതിലേക്ക് വേണ്ട അടയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 3 ലിറ്റർ പാലാണ് ചേർക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ 200 ഗ്രാം അടയാണ്. അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതുകൊണ്ട് മട്ടയരിയുടെ അടയാണ്, ചെറിയ പീസ്. അത് തന്നെ നോക്കി വാങ്ങണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചെയ്യേണ്ട, ആദ്യം നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വേവിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് പാല് കയറ്റുക, അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അട അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലാകുമ്പോൾ അടച്ചോടെ വെച്ചാൽ മതി. പിന്നെ നമ്മുടെ പാല് കുറുകി വരുമ്പോഴത്തേക്കും അട സെറ്റാവും. ഇപ്പൊ കുരുളി നമ്മുടെ സ്ഥിരം നമ്മുടെ സഹചാരിയല്ലേ, എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഈ കഴിഞ്ഞ 9 ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഈ ഒരു ദിവസമായിട്ട് മാറ്റുന്നത് ശരിയല്ല, വിഷമാവില്ലേ? അപ്പൊ ഇനി നമ്മൾ ആദ്യം വെള്ളം തിളച്ചട്ടെ. വെള്ളം തിളച്ച് അടയിട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ പരിപാടി ആരംഭിക്കാം. നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് നമുക്കിപ്പോ ഇത് ശ്രദ്ധിക്കുക. 200 ഗ്രാം അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 750 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പാലിൽ ചെല്ലുന്നതനുസരിച്ച് അടയുടെ അളവ് കുറയും, പഞ്ചസാരയുടെ അളവും കുറയും. നമ്മൾ അട ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കഴുകൊന്നും വേണ്ട, വെറുതെ ഇട്ടാൽ. കാരണം നമ്മളിത് രണ്ടാമത് ഊറ്റി കഴിയുമ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ വൃത്തിയായിട്ട് കഴുകി വയ്ക്കുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയാൽ മതി. വേണ്ട കാത്തിരിക്കണ്ട. ഇത് അടച്ച് വെച്ചാൽ നമ്മുടെ പാല് കുറുകുമ്പോഴത്തേക്ക് അട വെന്തിരിക്കും. തീ കടത്തി നിങ്ങൾക്ക് പാല് കയറ്റാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഉള്ള പഞ്ചസാരയിൽ ഒരു കുറച്ച് പോർഷൻ പാല് ചോട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് പാലൊഴിക്കാം അല്ലേ? കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി പാലൊഴിക്കുകയാണേ. നല്ല തീല് കിടക്കുക. അട വാങ്ങുമ്പോൾ അരിയുടെ ആണോ എന്നുള്ള ചോദിച്ച് വാങ്ങണമെന്ന് മാത്രം. പാലിങ്ങനെ പതഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ആ വെള്ളം പറ്റുന്നതനുസരിച്ച് പാല് ചേർക്കുക. അടി ഇളക്കണം. ഇല്ലെങ്കിൽ അടി ഇങ്ങനെ പിടിച്ചോണ്ട് കൂട്ടി ഇളക്കണം. പഞ്ചസാരയുടെ വെള്ളം കൂടി വരണം എന്നാണ് പറയുക. മധുരം കൂടി നമുക്ക് ചേർക്കാം. അപ്പം നമ്മൾ പാല് മുഴുവൻ ചേർത്തിട്ടില്ലാത്ത കാരണം പഞ്ചസാരയുടെ അളവത്തിൽ കുറച്ചിട്ടുണ്ട്. പാലട ആയതുകൊണ്ട് കുറുകി സെറ്റായി കഴിഞ്ഞു. പഞ്ചസാര ആവശ്യത്തിനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് പാലുകൂടി ചേർക്കാനുണ്ടായിരുന്നു. പക്ഷെ കണ്ടോ, ഉരുളിയുടെ പരിമിതം പാത്രം നമ്മളെ ചതിക്കുന്ന വെളിയിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ പാല് ചേർത്തില്ല. പക്ഷെ ചേർത്ത പാലിനുള്ള അട ചേർത്ത് പഞ്ചസാര ചേർത്ത് എല്ലാം സെറ്റാക്കി ലാസ്റ്റ് ഇനി ഒന്നും ഇടാൻ. ലാസ്റ്റ് തീ കെടുത്തിട്ട് തീ കെടുത്തിട്ടാണ് നെയ്യ് ഒഴിക്കാൻ. നമ്മുടെ ഓണം സ്പെഷ്യൽ പാലട പായസം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്. 2 കാര്യങ്ങളാണ് ഇത്. ഒന്ന് പാട കെട്ടില്ല, നെയ്യ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രുചിയും കൂടും, കാണാനും ഭംഗി. അപ്പൊ നമ്മുടെ പാലട പായസം ഇങ്ങനെ നെയ്യൊക്കെ ചേർന്ന് എല്ലായിടത്തും എന്താണ് മെൽറ്റ് ആയിട്ടുണ്ടല്ലേ, എല്ലാം കൃത്യമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് ശക്കലം തണുക്കേണ്ട പ്രശ്നമുണ്ട്. നമുക്ക് തണുക്കാനുള്ള സാവകാശം നമുക്കില്ല. അവകാശം ഇല്ല. എനിക്ക് തിരുവോണമൊക്കെ ആയി. ഞാൻ ഇനിയിപ്പോ എനിക്ക് പെട്ടെന്ന് ഇത് കുടിച്ചോളാൻ വാങ്ങി. അപ്പൊ നമുക്ക് എനിക്ക് എടുത്തു തരുമല്ലേ? തീർച്ചയായിട്ടും എടുത്തോളൂ. ഓക്കെ, എന്റെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതെ, ഇനി ഇതുപോലെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. കാലങ്ങളിൽ ചെയ്യാൻ പറ്റട്ടെ പ്രാർത്ഥിക്കും. അല്ലേ വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞല്ലോ തിരുവോണത്തിന്. ആ സർപ്രൈസിലോട്ട് പോയാലോ? തിരുമേനി ഞെട്ടു? ഞാൻ എപ്പോഴും ഞെട്ടി. ആണോ? അപ്പൊ നമുക്ക് ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിക്കാം. കടന്നു വരൂ.
ഹായ്, നമസ്കാരം. ഹാപ്പിയാണ്. ഇത് പഴയിടത്തിന്റെ മകൻ യദു പഴയിടമാണ്. അച്ഛൻ്റെ അതേ പാത പിന്തുടർന്ന് പോകുന്ന ഒരു മകൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. കാരണം എൻ്റെ എടവും വലവും നിൽക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള 2 പാചക വിദഗ്ധന്മാരാണ്. ഇനി കുറച്ച് പൊങ്ങിക്കോ. അപ്പോൾ എല്ലാ തവണയും ഈ കഴിഞ്ഞ 9 ദിവസം ഞാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പൊ ഇത്തവണ അച്ഛന്റെ കയ്യിൽ നിന്ന് മകൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, അടിപൊളി. മോൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഇനി ഞാനാണ്, ഇനി എന്റെ കൂടെയാണ്. ഞാൻ നോക്കട്ടെ, ഇനി മകനായത് കൊണ്ട് ഇനി കൈ നിട്ട് പറഞ്ഞതാണോ കൊള്ളാമെന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഞാനാണ് റിയൽ ആയിട്ടുള്ള അഭിപ്രായം പറയുന്നത് കേട്ടോ. 9 ദിവസം പറഞ്ഞാലോ, ഇന്നായിട്ട് കുറയ്ക്കണ്ട. ഇപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ. പഴയിടം കുടുംബം കള്ളം പറയില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പായസം. നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം എങ്ങനെയാണോ കഴിച്ചത് അതുപോലെ തന്നെ ഒരു ടേസ്റ്റ്, ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതുപോലെ തന്നെ ഉള്ള ടേസ്റ്റാണ് ഇപ്പോഴും വന്നേക്കുന്നത്. പക്ഷെ മോന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുവരെ ഫുഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. തലയിരിക്കുമ്പോൾ ആലാരുണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ തിരുവോണന്തരത്തിൽ എന്താണ് നമുക്ക് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അപ്പം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ഈ നിങ്ങൾക്ക് ഓണാശംസകൾ പറഞ്ഞു മുമ്പ് ഞാൻ ഈ 2 പേരോടും എനിക്ക് പറയണം. കാരണം എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. താങ്കളിപ്പോൾ ഒരാൾ ഞങ്ങളുടെയൊക്കെ കൂടെ ഇത്രയും ദിവസം, ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് ഇപ്പം അതിൻ്റെ ഇരട്ടി ഒരു മധുരം തരുന്നത് മകൻ കൂടി നമ്മോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ പഴയിടം കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ പ്രേക്ഷകർക്കും ന്യൂസ് മലയാളത്തിൻ്റെയും എൻ്റെയും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഓണം ആഘോഷിക്കാൻ പോകും. എല്ലാവർക്കും ഓണാശംസകൾ.